ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അവന്തിക മീരയെ സംശയിക്കുമ്പോൾ മീരയെ ചോദ്യം ചെയ്യുകയാണ് SP. മീരയുടെ മനസ്സറിവിൽ എന്തെങ്കിലും കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ മീരയ്ക്ക് അത് തുറന്നു പറയാമെന്ന് SP പറയുമ്പോൾ മീര കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും ചെയ്തിട്ടുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മീര കരയുമ്പോൾ SP പറയുകയാണ്, കരയുകയൊന്നും വേണ്ട, മീരയ്ക്ക് അകത്തേക്ക് പോകാം. അങ്ങനെ മീര അകത്തേക്ക് പോകുമ്പോൾ SP സേതുമാധവനോട് പറയുകയാണ്, ചുമ്മാ ഒന്ന് വിരട്ടി നോക്കിയതാ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇത് കേൾക്കുന്ന സേതു ദേഷ്യത്തോടെ അവന്തികയോട് പറയുകയാണ്, എന്തിനാ അവന്തികയെ ചുമ്മാ ഒരു കാര്യവുമില്ലാതെ ഒരാളെ കുറ്റപ്പെടുത്തുന്നത്? അത് പിന്നെ അച്ഛാ, എനിക്കൊരു സംശയം തോന്നി, ഞാനത് പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. തുടർന്ന് നന്ദനോട് തൻ്റെ കൂടെ ഒന്ന് പുറത്തു വരാൻ പറഞ്ഞുകൊണ്ട് SP പുറത്തേക്ക് ഇറങ്ങുന്നു. പിന്നീട് കാണിക്കുന്നത് അവന്തികയും അനഘയുമാണ്. അനഘ പേടിയോടെ അവന്തികയോട് പറയുകയാണ്, ചേച്ചി, എനിക്ക് തോന്നുന്നത് അവസാനം ഇതെല്ലാം കൂടി കുരുക്കായിട്ട് നമ്മുടെ തലയിൽ വീഴുമെന്നാ. ചേച്ചി എന്തിനാ ആ മീരയെ സംശയമാണെന്ന് പറഞ്ഞത്? അതെന്താ, നിനക്കെന്തിനാ അത്രയ്ക്ക് വിഷമമെന്ന് അവന്തിക അനഘയോട് ചോദിക്കുന്നു. നിനക്കെന്താ അവളുടെ അടുത്ത് കിടന്ന് കിടന്ന് അവളോട് സ്നേഹം കൂടിയോ എന്ന് അവന്തിക അനഘയോട് ചോദിക്കുന്നു. എൻ്റെ ചേച്ചി, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഇത് കേൾക്കുന്ന അവന്തിക പറയുകയാണ്, ഇന്ന് ഞാൻ മീരയുടെ പേര് പറഞ്ഞു, നാളെ ഞാൻ പറയാൻ പോകുന്നതേ അർച്ചനയുടെ പേരാണ്. അങ്ങനെ ഇവിടെയുള്ള ഓരോരുത്തരെയും സംശയത്തിന്റെ മുനയിൽ ഞാൻ നിർത്തും. എന്നിട്ട് അവർക്കെതിരെ തെളിവുകൾ ഉണ്ടാക്കി അവരെ പ്രതിസ്ഥാനത്ത് കയറ്റുകയും ചെയ്യും. നീ എന്താണെങ്കിലും പേടിക്കാനൊന്നും നിൽക്കണ്ട, എന്താണെങ്കിലും ഞാനും നീയും ഇതില് കുടുങ്ങാനേ പോകുന്നില്ല. ഇത് കേൾക്കുന്ന അനഘ പറയുകയാണ്, അയാള് പണം കൊടുത്താൽ കൂടെ നിൽക്കുന്ന ആളാണോ എന്ന് നമുക്കറിയില്ലല്ലോ. എനിക്കെന്തോ എല്ലാം അവസാനിക്കാൻ പോവുകയാണ് ഒരു തോന്നലെന്ന് പറഞ്ഞ് പേടിയോടെ നിൽക്കുകയാണ് അനഘ. നിനക്കെന്താ അങ്ങനെ ഒരു തോന്നല്? എല്ലാം അവസാനിക്കുന്നു എന്നൊരു തോന്നലുണ്ടായാലേ അത് നെല്ലിശ്ശേരി സേതുമാധവന്റെയും മക്കളുടെയും അന്ത്യം കണ്ടിട്ട് മാത്രമായിരിക്കും. എൻ്റെ അനിയത്തി, നോക്കി നിന്നോ, ഇനി ചേച്ചി എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ഇത് കേൾക്കുന്ന അനഘ ടെൻഷനോടെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് മീരയെയാണ്. തിരികെ വൃന്ദാവനത്തിലേക്ക് പോകാനായി തൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുകയാണ് മീര. അതേസമയം അത് കണ്ടുകൊണ്ടുവരുന്ന അർച്ചന അതെല്ലാം ഞെട്ടലോടെ നോക്കിയിട്ട് ചോദിക്കുകയാണ്, ഏട്ടത്തി, ഏട്ടത്തി ഇത് എങ്ങോട്ടേക്കാ പോകുന്നത്? ഞാൻ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാ. ഇനിയും അവന്തിക പറയുന്നതൊന്നും കേട്ടു നിൽക്കാൻ എന്നെ കൊണ്ടാകില്ല. ഞാൻ മറ്റേതെങ്കിലും രീതിയിലാകും പ്രതികരിക്കുന്നത്. ഏട്ടത്തി പ്രതികരിക്കണം, അല്ലാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് പോവുകയല്ല വേണ്ടത്. ഏട്ടത്തി അവര് കുറ്റക്കാരാക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്ന് ഏട്ടത്തിക്ക് മനസ്സിലായോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ മീര പറയുകയാണ്, അപ്പോൾ അവർക്കിതില് പങ്കുണ്ടല്ലേ? അതെ ഏട്ടത്തി, നമ്മുടെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. അവന്തികയും അനഘയും കേക്ക് കഴിച്ചതുകൊണ്ട് നമുക്കവരെ സംശയിക്കാനും പറ്റില്ല. ഇന്നല്ലെങ്കിൽ നാളെ എന്താണെങ്കിലും നടന്നതെല്ലാം കൃത്യമായിട്ട് ആ പോലീസ് ഓഫീസർ കണ്ടെത്തുമെന്നാ ഞാൻ വിശ്വസിക്കുന്നത്. എങ്കിലും ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ ഈ കുടുംബം തകർക്കാൻ നോക്കിയവളായിട്ടല്ലേ എല്ലാവരും എന്നെ കാണൂ. ഏട്ടത്തി, അവന്തികയും അനഘയും ഒഴികെ ബാക്കി എല്ലാവരും ഏട്ടത്തി വിശ്വസിക്കുന്നുണ്ട്. ഏട്ടത്തി ഇപ്പോൾ ഇവിടെ നിന്ന് പോയാലാ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എന്ത് വർത്തമാനം കേട്ടാലും ഏട്ടത്തി ഇവിടെ തന്നെ പിടിച്ചു നിൽക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ഏട്ടത്തി ആരെങ്കിലും ഇതിന്റെ പേരിൽ കുറ്റപ്പെടുത്തിയാൽ എന്നോട് പറഞ്ഞാൽ മതി. അതിനി ആര് ചോദ്യം ചെയ്താലും ഉത്തരം ഞാൻ പറഞ്ഞോളാം. ഇതാണെങ്കിലും ഏട്ടത്തി ഇതൊന്നും വീട്ടിൽ വിളിച്ച് പറയാൻ നിൽക്കണ്ട. പിന്നെ വീണ്ടും പ്രശ്നമാവുകയും കൂടാതെ ഏട്ടത്തിയെ പിന്നെ ഇങ്ങോട്ടേക്ക് നിൽക്കാൻ വിടാതെയും ആകും. എന്താണെങ്കിലും നെല്ലും പതിരും തിരിച്ചറിയട്ടെ. കാര്യങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് ഒരു തീരുമാനമാകുമെന്നാ ഞാൻ കരുതുന്നത്. എന്നിട്ടാകാം ഏട്ടത്തിയുടെ പോക്കൊക്കെ എന്നൊക്കെ അർച്ചന പറയുമ്പോൾ ആശ്വാസത്തോടെ നിൽക്കുകയാണ് മീര. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. അനൂപിനെ കാത്തിരിക്കുകയാണ് മാഷും കമലയും. ഇന്നത്തെ ഇന്റർവ്യൂവിന് പോയിട്ടും കാര്യമൊന്നും നടന്നു കാണില്ല. അതാ അവൻ വരാൻ താമസിക്കുന്നതെന്ന് കമല പറയുമ്പോൾ അനൂപ് അങ്ങോട്ടേക്ക് വരികയാണ്. എന്തായി മോനെ പോയിട്ടെന്ന് കമല ചോദിക്കുമ്പോൾ അനൂപ് പറയുകയാണ്, എപ്പോഴത്തെയും പോലെ ഇതും ശരിയായില്ല. ഇത് കേൾക്കുന്ന മാഷും കമലയും കൂടി പറയുകയാണ്, മര്യാദയ്ക്ക് നെല്ലിശ്ശേരിക്കാര് ജോലി തന്നപ്പോൾ നിനക്ക് പോകാൻ കഴിയില്ലായിരുന്നു. ഇനി എന്താണെങ്കിലും നിന്റെ അഭിമാനം അങ്ങ് മാറ്റിവെച്ചേക്ക്. ഞാനും കമലയും പറ്റുമെങ്കിൽ നാളെ തന്നെ അവിടെ പോയിട്ട് നിനക്ക് ജോലിക്ക് സമ്മതമാണെന്ന് പറയാൻ പോവുകയാണ്. നെല്ലിശ്ശേരിയിൽ ജോലിക്ക് പോകാൻ നീ തയ്യാറായിരുന്നു. ഏതോ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണെന്നും അവിടുത്തെ ഒരു മാസ ശമ്പളക്കാരനാണെന്നും മാത്രം കരുതിയാൽ മതി. നെല്ലിശ്ശേരി എന്നുള്ള പേരെ നീ മറന്നേക്ക്. അപ്പോൾ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലെന്ന് മാഷും പറയുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അനഘയെ വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് വരികയാണ് അവന്തിക. അതേസമയം മീര അവിടെ ഉണ്ടായിരുന്നു. ദേ, ഇത്ര നേരമായിട്ടും ഈ പെണ്ണ് എഴുന്നേറ്റിട്ടില്ലെന്ന് മീര പറയുമ്പോൾ എന്ത് പെണ്ണോ എന്ന് അവന്തിക ചോദിക്കുന്നു. അതെ, എന്താ അവന്തികയ്ക്കും സംശയമുണ്ടോ എന്ന് മീര ചോദിക്കുകയാണ്. സമയം അനഘ എഴുന്നേൽക്കുമ്പോൾ അവന്തിക പറയുകയാണ്, നീയും നിന്റെ അനിയത്തിയും കൂടിയല്ലേ ഇവിടെ എല്ലാവർക്കും കേക്കിൽ വിഷം കലർത്തി കൊടുക്കാൻ നോക്കിയത്? അതൊക്കെ ഞങ്ങൾക്കെല്ലാവർക്കും നന്നായിട്ടറിയാം.
ഇത് കേൾക്കുന്ന മീര ദേഷ്യത്തോട് പറയുകയാണ്, അതെ, ഞാനും എൻ്റെ അനിയത്തിമാരും ചേർന്ന് തന്നെയാ കേക്കിൽ വിഷം കലർത്തിയത്. അത് പക്ഷേ നിന്നെയും നിന്റെ അനിയത്തെയും കൊല്ലാൻ വേണ്ടിയായിരുന്നു. പക്ഷേ കാര്യങ്ങളൊന്നും നടന്നില്ല. പിന്നെ ആ ചതി ചെയ്തത് ആരാണെന്നൊക്കെ എനിക്ക് നന്നായി തന്നെ അറിയാം. അർച്ചന എന്നോട് എല്ലാം പറയുകയും ചെയ്തു. വൃന്ദാവനക്കാരുടെ സ്വഭാവമൊന്നും ഞങ്ങൾ നെല്ലിശ്ശേരിക്കാർക്കില്ലെന്ന് അവന്തിക പറയുമ്പോൾ മീര പറയുകയാണ്, അതുകൊണ്ടല്ലേ ഇല്ലാത്ത പൈസ തന്നെന്ന് പറഞ്ഞ് പൈസ ചോദിച്ചു വാങ്ങാൻ വന്നത്. ഇത് കേൾക്കുന്ന അവന്തികയും അനഘയും ഞെട്ടലോടെ മീരയെ നോക്കുകയാണ്. അവന്തികയെ എന്നോട് കൂടുതൽ സംസാരിക്കാൻ വരണ്ട. സംസാരിച്ചാലേ പിന്നെ അവന്തിക ക്ഷീണിച്ചിട്ടേ ഇവിടെ നിന്ന് പോകൂ. കൂടുതൽ കളിച്ച നിന്നെ ഇവിടുന്ന് ഇറക്കി വിടുമെന്ന് അവന്തിക പറയുമ്പോൾ മീര പറയുകയാണ്, അതെ, നീ അതിനൊന്നും ആയിട്ടില്ല അവന്തികയെ. പറയേണ്ടവർ പറഞ്ഞാൽ ഞാനിവിടുന്ന് ഇറങ്ങിപ്പോകും. പക്ഷേ നീ പറഞ്ഞാലേ ഞാനിവിടുന്ന് ഇറങ്ങാനേ പോകുന്നില്ല. ഇത് കേൾക്കുന്ന അവന്തിക മീരയെ തല്ലാനായി കൈയോങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് നന്ദൻ വരികയാണ്. ഇവിടെ എന്താ നാടകത്തിന്റെ പ്രാക്ടീസോ? എന്താ മീരെ സംഭവം? അത് പിന്നെ ഈ അവന്തികയുണ്ടല്ലോ അനഘയെ വിളിക്കാൻ വന്നതാ. ഞാനും അർച്ചനയും ചേർന്ന കേക്കിൽ വിഷം കലർത്തി എല്ലാവർക്കും കൊടുക്കാൻ ശ്രമിച്ചതെന്നാ അവന്തിക പറയുന്നത്. അല്ലെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടുകാരെ കുറ്റം പറഞ്ഞു. അപ്പോൾ ഞാനും അങ്ങ് കുറെ പറഞ്ഞപ്പോൾ എന്നോട് പറയുക ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ. കേൾക്കുന്ന നന്ദൻ പരിഹാസത്തോട് ചോദിക്കുകയാണ്, ഇറങ്ങിപ്പോകാൻ പറഞ്ഞു? ഇവിടെ നിന്ന് മീരയോട് ഇറങ്ങിപ്പോകാൻ പറയാനും മാത്രം ഇവളിവിടുത്തെ ആരാ? നന്ദൻ പറയുകയാണ്, ഞാനൊരു കാര്യം പറയാം. ഇവിടെ മീരയ്ക്കുള്ള അത്രയും അവകാശം പോലും ഇവൾക്കും ഇവളുടെ അനിയത്തിക്കും ഈ വീട്ടിലില്ല. തുടർന്ന് നന്ദൻ അവന്തികയോട് പറയുകയാണ്, അതെ, നീ ഈ വീട്ടിൽ എത്ര നാൾ ഉണ്ടാകുമെന്ന് പോലും നിനക്കറിയില്ലല്ലോ. അപ്പോഴാണോ നീ ഇവിടെയുള്ളവരെ ഇറക്കിവിടാൻ നോക്കുന്നത്? തുടർന്ന് നന്ദൻ പറയുകയാണ്, മീരെ, ദേഹം നോവിക്കാൻ ആരെങ്കിലും വന്നാലേ നല്ലത് തിരിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞത് മീരയ്ക്ക് മനസ്സിലായി കാണുമല്ലോ. എന്നാ മീര പോക്കോ എന്ന് പറയുമ്പോൾ മീര അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ നന്ദൻ അവന്തികയോട് പറയുകയാണ്, അതെ, അവരൊക്കെ ആത്മാഭിമാനമുള്ളവരാ. അവരെ കയറി ചൊറിയാൻ നിന്നാലേ കണക്കിന് തന്നെ തിരിച്ചു കിട്ടും. അതുകൊണ്ട് മര്യാദയ്ക്കൊക്കെ നിന്നാ നിനക്കും നിന്റെ അനിയത്തിക്കും കൊള്ളാം. അത്രയും പറഞ്ഞുകൊണ്ട് നന്ദൻ അവിടെ നിന്ന് പോകുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് അനഘയും അവന്തികയും. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.